അത് ഒന്നുമല്ല പ്രശ്നം. ഒന്ന് 2024 തിരുവാഭരണ കമ്മീഷണർ വേറൊരാളായിരുന്നു. പുതുതായി ഇദ്ദേഹം വന്നു. പുതിയ തിരുവാഭരണ കമ്മീഷണറായി ശ്രീ റജിലാൽ വന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. അത് അദ്ദേഹം തന്നെ പിന്നീട് സ്മാർട്ട് ക്രിയേഷനിൽ വിളിച്ച് ബന്ധപ്പെടുകയും ആ ധാരണ പെശകാണെന്ന് വരികയും അതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതാണ് ആ പ്രശ്നം പോയത്. അതൊക്കെ വെറും സാങ്കേതികമായ ഒരു പ്രശ്നം മാത്രമാണ്. എന്തു പറഞ്ഞാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2024 സ്വർണം പൂശുവാൻ വേണ്ടി ഉണ്ണികൃഷ്ണന് കൊടുത്തുവിട്ടില്ലല്ലോ ഞങ്ങൾ. അത് ഈ ഒരു വിഷയം അദ്ദേഹത്തിനുണ്ടായ ഒരു പാകപ്പിഴവാണ്. അതൊരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം കൃത്യമായി പിന്നീട് തന്നെ അത് വരുത്തുകയും ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ട് തരികയും അതനുസരിച്ച് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2024 ശേഷം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എല്ലാ തീരുമാനവും എടുത്തിട്ടുള്ളത് ബോർഡാണ്. കൊടുത്തുവിടണമോ കൊടുത്തുവിടേണ്ടതിന്റെ ഏതൊക്കെ രീതിയിലായിരിക്കണം അതിന്റെ രീതി എന്നുള്ളത് കൃത്യമായ 4 ഉത്തരവുകളാണ് തിരുവാഭരണ കമ്മീഷണർക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതല്ലാതെ സംശയത്തിന്റെ നിഴലിലാണ് എന്നൊരു വാർത്ത കൊടുക്കുമ്പോൾ അതൊരു ശരിയായ നടപടിയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. വിജിലൻസിന്റെ റിപ്പോർട്ടാണ്. ഇതിപ്പോ ഏതെങ്കിലും ഒരു ചാനൽ ഇപ്പൊ മാതൃഭൂമി കൊടുക്കുന്ന ഇത് ഇപ്പോഴത്തെ ബോർഡ് കള്ളൻ എന്ന് പറഞ്ഞതല്ല, അല്ലെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞ പറയുന്ന കാര്യം ആ വിഷയം തീർന്നല്ലോ. ആ വിഷയത്തെ സംബന്ധിച്ച് പിന്നെ ആ വിഷയം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തല്ലോ. ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സത്യസന്ധമായും സുതാര്യമായും തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ കൃത്യമായ നിലപാട് പറഞ്ഞു. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ബോർഡിന്റെ 4 ഉത്തരവുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ചു. ഏത് കാര്യം പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ബോർഡ്, എന്തെങ്കിലും ക്രെഡിറ്റ് വന്നാൽ അത് ഉദ്യോഗസ്ഥൻ, അങ്ങനെ പറയുന്നത് അത് ശരിയായ നിലപാടല്ല. അത് പോട്ടെ, ഇനി അടുത്ത കാര്യം ചെയ്തു. അല്ല, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ ഒരു കോടതിക്ക് പോലും പിന്നെ ഉത്തരവിൽ പറയാത്തൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം കൊണ്ടുപോയതിന്റെ സമ്പൂർണമായ ഉത്തരവാദിത്വം ബോർഡിനാണ്. ബോർഡ് അത് കൃത്യമായി ആലോചിച്ചും അത് മാനദണ്ഡങ്ങൾ പാലിച്ചും കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോയത്. കൊടുത്തുവിടരുതെന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ അത് തടഞ്ഞത് തിരുവാഭരണ കമ്മീഷണറാണ്. അല്ല, ഞാൻ പറയുന്നത് അതൊക്കെ പിന്നെ കാര്യങ്ങൾ വരികയല്ലേ. ഒന്ന് ആ ഉദ്യോഗസ്ഥൻ തന്നെ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും അത് അന്വേഷിക്കേണ്ടതേ. ഞാൻ പറയാം, എന്താ നിങ്ങൾക്ക് എത്ര പ്രശ്നം എന്താ? അത് ഇനിയും അന്വേഷിക്കട്ടെ. എല്ലാം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലേ SIT വരുന്നത്. ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ബോർഡിനും ഇത് തന്നെയായിരുന്നു സംഭവിക്കാൻ പോയിരുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറയുന്നത് 2019 അന്നത്തെ തിരുവാഭരണ കമ്മീഷണർമാർക്ക് വലിയ വീഴ്ച പറ്റി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. കാരണം 2024 മുതൽ ഈ ശ്രീ തിരുവാഭരണ കമ്മീഷണറായ സുനിലയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഉത്തരവുകൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. കാരണം 2024 മുതൽ ഇതുമായി ഈ ബോർഡ് ഈ തിരുവാഭരണവുമായി എടുത്തിട്ടുള്ള 4 ഓർഡറാണ്. ആ 4 നിങ്ങൾക്ക് തരാം. ആ 4 നിങ്ങൾക്ക് തരുമ്പോൾ ആ ക്ലാരിറ്റി വരും. അതായത് ഈ പുള്ളി വന്നതിന് ശേഷം ഈ പുള്ളി തരുന്നതല്ല. അത് ആ 4 നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് 4 ബോർഡ് തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. അതല്ലാതെ ഇദ്ദേഹം വന്നിട്ട് മാത്രമാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതല്ല. അദ്ദേഹം അത് കൃത്യമായി അത് മൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കൃത്യമായി കമ്മീഷണർ അറിയിക്കുകയും ചെയ്തു. കമ്മീഷണർ ദേവസ്വം ബോർഡിന് തന്നു. ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു. അല്ലാതെ ഒരു തിരുവാഭരണ കമ്മീഷണർക്ക് മാത്രമായി ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ. തിരുവാഭരണ കമ്മീഷണർ ഇതിന്റെ അധികാരിയാണെങ്കിലും തീരുമാനമെടുക്കുന്നത് ബോർഡല്ലേ. ആ തീരുമാനം ബോർഡ് കൃത്യമായി എടുത്തിട്ടുണ്ട്. സുനില തിരുവാഭരണ കമ്മീഷണർ പിന്നെ ആയത് മുതലുള്ള 4 പിന്നെ ഉത്തരവുകളാണ് ബോർഡിന്റെ ഭാഗത്തുനിന്ന്. ഈ 4 മാതൃഭൂമിക്ക് തന്നേക്കാം, എല്ലാവർക്കും തന്നേക്കാം. അത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുന്നത് അത് കഴിഞ്ഞല്ലോ. ഏത് 2024 നവംബർ 21 ഒരു ഉത്തരവിലാണ് ഇത് സ്മാർട്ട് ക്രിയേഷനിൽ കൊടുത്ത് അറ്റകുറ്റപ്പണി നടത്താനുള്ള ആദ്യം 4 ഞാൻ തന്നേക്കാം. നിങ്ങൾ 4 ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങൾ വായിച്ചു. നിങ്ങൾ 4 ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. 4 നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ ഇത് മനസ്സിലാവുമല്ലോ. ശരി, പിന്നല്ലാതെ പിന്നെ ഇത് പറയുന്നതിനൊക്കെ വല്ല മാന്യത വേണ്ടേ? ഓക്കെ. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് 2019 ആവട്ടെ 2098 മുതലാവട്ടെ 98 മുതൽ ഇതുവരെയുള്ള ഞാൻ അന്നും ഇന്നും എന്റെ നിലപാട് സുവ്യക്തമാണ്. എന്റെ നിലപാടായാലും സർക്കാരിന്റെ നിലപാടായാലും സുവ്യക്തമാണ്. അപ്പോൾ 98 മുതൽ ഇതുവരെയുള്ള ഏത് 2025 ഏത് ബോർഡിന്റെ കാര്യവും ഏത് ഉദ്യോഗസ്ഥന്മാരും അന്വേഷിക്കട്ടെ. അതാണ് ഞങ്ങളുടെ നിലപാട്.
അത് അന്വേഷിക്കാനാണല്ലോ ഇപ്പോ ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരിക്കുന്നത്. അവരന്വേഷിക്കേണ്ടതേ. ഇവർക്ക് അതിന്റെ സാങ്കേതിക പരിജ്ഞാനം ഇല്ല എന്ന് തിരുവാഭരണ കമ്മീഷണർ പറയുമ്പോൾ അത് പിന്നെ എന്റെ പൊന്ന് പ്രശാന്ത്, നീ മനസ്സിലാക്കേണ്ടത് അത് അയാൾക്ക് തന്നെ തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞ് കൃത്യമായി അയാൾ ഇങ്ങോട്ടൊരു ഉത്തരവ് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ അധികം കിടന്ന് പഠിക്കുന്നത്? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, അയാളെ കൊടുത്തുവിട്ടില്ലല്ലോ. അത് ഈ ബോർഡ് തീരുമാനിച്ചുകൊണ്ടല്ലേ? അല്ല, ഒരു തിരുവാഭരണം അങ്ങനെയൊന്നുമല്ല. ഒരു തിരുവാഭരണം കമ്മീഷണർ തീരുമാനിച്ചാൽ തടയാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഈ തിരുവാഭരണം കമ്മീഷണർ രജലാൽ വരുന്നതിന് തൊട്ടു മുമ്പുള്ള കമ്മീഷണർ സുനിലയായിരുന്നു. ആ സുനിലയ്ക്ക് അയച്ച ഉൾപ്പെടെയുള്ള 4 തീരുമാനം നിങ്ങൾ അങ്ങോട്ട് തന്നേക്കാം. അത് നിങ്ങൾ ആലോചിച്ചിട്ട് പറയൂ. വീണ്ടും അത് തന്നെ പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ? 2024 കാലത്ത് ഒരുപാട് സ്പോൺസർ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചില്ലല്ലോ. 2021 ഒരു ചാനൽ ഇത് പ്രഖ്യാപിക്കുമ്പോഴാണല്ലോ നിങ്ങളെല്ലാം കൂടെ കൊണ്ടുപിടിച്ച് ഇറങ്ങുന്നത്. അതിനുമ്പ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ ബോർഡുമായി ബന്ധപ്പെട്ട് എത്രയോ അവതാരങ്ങൾ ഉണ്ടായിരുന്നു അതിനു മുമ്പ്, എത്രയോ വർഷങ്ങളായി. പക്ഷെ ഞങ്ങൾക്ക് ഈ ഇത്തരം ചില ചൂഷണങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണല്ലോ ഞങ്ങളുടെ സ്പോൺസർ കോർഡിനേറ്റർമാർക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കോർഡിനേറ്റർമാരില്ല. അതിപ്പോഴൊന്നും അല്ലല്ലോ, അത് നിങ്ങളൊന്നും പറഞ്ഞിട്ടും അല്ലല്ലോ. 8 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പി ആർ ഒ തന്നെ വേറെ ഒരാളും ശബരിമലയിലെ പേരിൽ പല പണപ്പിരിവുകളും പല ചൂഷണവും നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളുടെ പി ആർ ഒയെ തന്നെ സ്പോൺസർ കോർഡിനേറ്ററാക്കി മാറ്റിയത്. അന്ന് നിങ്ങളൊന്നും പറഞ്ഞിട്ടല്ലല്ലോ. ഞങ്ങൾക്ക് സ്വയം ചില ഇൻഫർമേഷൻസ് കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് വന്നാൽ അതെല്ലാം ചില ഉദ്യോഗസ്ഥന്മാർക്ക്, എന്തെങ്കിലും കുഴപ്പം വന്നു അയ്യോ ബോർഡ് സംശയത്തിനില്ല അതൊന്നും പറഞ്ഞതിൽ ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് ഈ ബോർഡ് വരെയുള്ളത് നിങ്ങൾ പുതിയ ഒരു ടീം വന്നിരിക്കുകയല്ലേ, ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരമല്ലേ, ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരമല്ലേ ആ ടീം വരട്ടെന്ന് അന്വേഷിക്കേണ്ടതേ. അതിനെന്താ കുഴപ്പം? ഈ ഉദ്യോഗസ്ഥന്റെ മൊഴിയും എടുക്കട്ടെ. എന്താ തർക്കം? ഈ കാലാകാലങ്ങളായിട്ട് അവിടെ നിന്ന് ഈ പഴയ സാധനങ്ങളാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ തിരിച്ചു കൊണ്ടുവന്നതെല്ലാം അതിൽ തന്നെയാണോ സ്വർണം പൂശിക്കൊണ്ടുവന്നതെന്ന് അറിയേണ്ടതുണ്ട്. അതായത് കാലപ്പഴക്കം കണ്ടെത്താൻ വേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ബോർഡ് ആവശ്യപ്പെടുമോ? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോ ഒരു ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഒരുപാട് ഈ സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ടും തിരുവാഭരണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കേണ്ടതാണ്. ഈ കാലപ്പഴക്കമൊക്കെ അല്ലെങ്കിൽ ഈ ഒരു പുരാവസ്തു വാല്യൂ ഒക്കെ നിശ്ചയിക്കുന്നതിൽ എല്ലാവർക്കും പറ്റില്ല അത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല വിദഗ്ധമായ ഏജൻസി വേണം. ഈ അന്വേഷണമൊക്കെ ഒന്ന് കഴിയട്ടെ. കഴിഞ്ഞതിന് ശേഷം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണോ തീരുമാനമെടുക്കേണ്ടത് അതൊക്കെ തീരുമാനിക്കപ്പെടണം. ഒരു കാര്യം പറയുന്നു, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകൾക്കും, എല്ലാ സംശയങ്ങൾക്കും, എല്ലാ ദുരൂഹതകൾക്കും ഒരു അവസാനം വേണം എന്നുള്ളതാണ് ഈ ബോർഡിന്റെ നിലപാട്. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഈ മണ്ഡലകാലം കഴിയുന്നതിന് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവ്, അതിനുശേഷം 2019 സ്വർണം പൂശിയതിനു ശേഷം ഉള്ള അളവ് അതിലും എത്രയോ താഴെയാണ്. അതിലും കുറഞ്ഞിരിക്കുകയാണ് ഇത്തവണ പൂശി വന്നപ്പോൾ. അപ്പം അത് അവിടെ ഒരു നോട്ടം. പക്ഷേ അതെനിക്ക് മനസ്സിലാവുന്നില്ല. 2000 ഇവിടെ ആരാ കുറഞ്ഞെന്ന് പറഞ്ഞത്? ഇപ്പൊ കൊണ്ടുവന്നു എന്താ പറയുന്നത്? അതിലൊക്കെ എനിക്ക് തോന്നുന്നില്ല ആ റിപ്പോർട്ടിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് ഇപ്പോ അവിടെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ 38 കിലോ സംതിങ് ഗ്രാം, പിന്നെ സ്വർണത്തിന്റെ അളവ് 394 ഗ്രാം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 14 പാളികളിലായിട്ടായിരുന്നു 38 കിലോ. 14 പാളികൾ കൊണ്ടുപോകേണ്ടി വന്നില്ല. 12 പാളികളാണ് കൊണ്ടുപോയത്. 12 പാളികളിൽ ഉണ്ടായിരുന്ന ആകെ തൂക്കം എന്ന് പറയുന്നത് 22 കിലോ സംതിങ് ആണ്. അതിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ അംശം എന്ന് പറയുന്നത് 281 ഗ്രാമാണ്. തിരിച്ചത് അവിടെ കൊണ്ടുപോയി തൂക്കനഷ്ടമൊക്കെ കൂടി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 14 പാളികളിലുമായി ഇപ്പോ 38 കിലോയും 407 ഗ്രാം, അതിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസ് വരുമായിരിക്കും. 407 ഗ്രാം സ്വർണ്ണമുണ്ട്, കൂടുതലാണ് വന്നിരിക്കുന്നത്. പിന്നെ അപ്പൊ ഞാൻ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവുമില്ല. ആ ക്ലാരിറ്റി കുറവ് ഉണ്ടെങ്കിൽ, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പുതിയ അന്വേഷണ സമിതി ഏജൻസി പരിശോധിക്കട്ടെ. സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. ഇപ്പോൾ അതിന് കൂലി കൊടുത്തത് അയ്യപ്പന്റെ ഈ സ്വർണ്ണം ഉപയോഗിച്ചിട്ടാണ് അവർക്ക് കൂലി കൊടുത്തതായി കാണുന്നത്. അയ്യപ്പന്റെ സ്വർണം തന്നെയാണ് ഇതിന് പോറ്റി പൂശിയിട്ട് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഇതെല്ലാം പിടിച്ചെടുക്കണ്ടേ? ഉറപ്പായിട്ടും പിടിച്ചെടുക്കണം. എന്താ സംശയം? പിടിച്ചെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ കൃത്യമായി ഇതിനെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് സർക്കാരിനോടല്ലല്ലോ ആവശ്യപ്പെട്ടത്, ഞങ്ങൾ കോടതിയോടല്ല ആവശ്യപ്പെട്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനാണ് കുഴപ്പക്കാരനെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ. ഞാൻ അതുകൊണ്ടല്ലേ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയുന്നത്. ദേവസ്വം മന്ത്രിയായാലും ബോർഡായാലും സമഗ്രമായ അന്വേഷണം വേണം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരുന്നെങ്കിൽ കോടതിയോട് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെടൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്.
ഭഗവാന്റെ ഒരു തരി പൊന്നുപോലും കട്ടുകൊണ്ടു പോകുവാൻ ഈ സർക്കാരോ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയോ പിന്നെ ദേവസ്വം ബോർഡോ കൂട്ടു നിന്നിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടത്. അതിന് ഇടകൊടുക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. പ്രശാന്തിന്റെ സംശയത്തിന് ഞാൻ 4 ഉത്തരവും ഞാൻ അങ്ങോട്ട് ഇട്ടുതരാം. അതൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ മറുപടി പറയും. ഇത് ഏതെങ്കിലും ഒരു ഉത്തരവിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. ഇതിപ്പോ ഉദ്യോഗസ്ഥരുടെ മാത്രം ക്രെഡിറ്റ് അല്ല, ഇത് ബോർഡിന്റെ ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ 2019 ഈ പറയുന്ന ബോർഡ് നേതൃത്വത്തിൽ അതൊക്കെ അന്വേഷിക്കട്ടെന്നേ. അതൊക്കെ അന്വേഷിക്കാനാണല്ലോ പുതിയൊരു ഏജൻസി വന്നിരിക്കുന്നത്. സമാന്തര അന്വേഷണം നടത്തരുത് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അത് ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കൂ. നിങ്ങൾ ആറാഴ്ച നിങ്ങൾ ക്ഷമിക്കൂ. ഇങ്ങനെ സമാന്തര അന്വേഷണവും സമാന്തര വാർത്തകളും കൊടുക്കല്ലേ. നിങ്ങൾ പച്ചരെ പിന്നെ പരിഭ്രാന്തിയിലാക്കരുതേ. നിങ്ങൾ 6 ആഴ്ച കൂടെ ക്ഷമിക്കൂ. കോടതിയും പറഞ്ഞിരിക്കുന്നത് അതല്ലേ. 6 ആഴ്ച കഴിയുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിനിപ്പോ എന്താ കുഴപ്പം? നിങ്ങളൊരു തെറ്റും ചെയ്യാതിരിക്കട്ടെ. തെറ്റ് ചെയ്യോ അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാമല്ലോ. ഒരു റിപ്പോർട്ട് വരുമ്പോൾ എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാമല്ലോ. ആ വ്യാഖ്യാനമൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ആ വ്യാഖ്യാനങ്ങളൊന്നും ശരിയല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം 4 ഉത്തരവുകളാണ് ഈ ബോർഡ് ഇറക്കിയിട്ടുള്ളത്. ആ 4 ഉത്തരവിലും കൃത്യമായ നിലപാടാണ് ബോർഡ് ഒരേ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതിൽ പുതുതായി വന്ന ഉദ്യോഗസ്ഥരുണ്ടായ ഒരു കൺഫ്യൂഷൻ മാത്രമാണത്. അത് കൃത്യമായി അത് മാറി എന്ന് രണ്ടാമത്തെ കത്തിൽ കമ്മീഷണർക്ക് അയച്ചു കൊടുക്കുകയും കമ്മീഷണർ ആ തീരുമാനം ഞങ്ങൾക്ക് അയക്കുകയും ഏറ്റവും ഒടുവിൽ കൃത്യമായ ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. ഈ ഉത്തരവിലൊന്നും ഒരു ക്ലാരിറ്റി കുറവും ബോർഡിനും ഇല്ല, ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ല. കൊടുത്തുവിടരുതെന്നുള്ള നിർദ്ദേശമാണ്. അല്ലെ, പോറ്റിക്കുള്ളിൽ കൊടുത്തുവിടരുതെന്നുള്ള എന്റെ നിർദ്ദേശം തന്നെയായിരുന്നു. എന്താ സംശയം? ഞാൻ ആത്മവിശ്വാസത്തോട് പറയാണ്. അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു കാരണവശാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചത് സാർ ഞങ്ങളത് കൊണ്ടുപോയിക്കോളാം. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കുകയാണ്, അതെങ്ങനെ തരാൻ പറ്റും? ഇത് കേൾക്കൂ, ഞാൻ പറഞ്ഞു, അതെങ്ങനെ കൊടുത്തുവിടാൻ പറ്റും? ഇത് ദേവസ്വം ബോർഡിന്റെ ഒരു സ്വത്തല്ലേ എന്ന് ചോദിക്കുന്നു.